C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഒരു വലിയ പ്രശ്നങ്ങളുണ്ടായി, വലിയ പൊട്ടിത്തെറികളുണ്ടായി. സത്യം എല്ലാവരും അറിയുന്നതിലും നല്ലത് ഓരോരുത്തരെയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ലേ. ഞാൻ ഈ പറയുന്നതിൽ കൺമണിക്ക് വിഷമമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഞാനായിട്ടുണ്ടാക്കിയതൊക്കെ ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കാം. നമ്മൾ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ ആരാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. നാളെ രാവിലെ കൺമണിക്ക് പോവാം. നാളെ കഴിഞ്ഞ് ചേച്ചിയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കൺമണിയുടെ ചേച്ചിക്ക് കാഴ്ച കിട്ടും. അത് കഴിയുന്നത് വരെ കൺമണിക്ക് ചേച്ചിയോടൊപ്പം താമസിക്കാം. ഓപ്പറേഷൻ കഴിഞ്ഞ കൺമണിക്കും ചേച്ചിക്കും അനിയനും ജീവിക്കാനുള്ളത് കൺമണിയുടെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. ഏത് നാട്ടിലായാലും എല്ലാ സൗകര്യത്തോടും ജീവിക്കാനുള്ള തുകയുണ്ടത്. കരാറും കാലാവധി ഒന്നും നോക്കണ്ട. തന്റെ ആവശ്യങ്ങൾ നടക്കട്ടെ. എല്ലാത്തിനും അവസാനമായി എനിക്ക് തന്നോടൊരു അപേക്ഷയുണ്ട്. ഈ ഒരു രാത്രി കഴിഞ്ഞ ഇനി ഒരിക്കലും കൺമണിയാൻ എന്റെ മുന്നിലേക്ക് വരരുത്. അങ്ങനെ തിരിച്ചു വന്ന് എന്റെ ശ്രീലക്ഷ്മിയെ എന്നെ ഓർമ്മിപ്പിക്കരുത്. ശ്രീലക്ഷ്മിയെ ഞാൻ അവസാനമായിട്ട് കണ്ടത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും കൺമണിയുടെ ഈ മുഖം എന്നും എന്റെ മനസ്സിലുണ്ടാവും. എന്റെ ശ്രീലക്ഷ്മി ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ ശ്രീലക്ഷ്മിയുടെ അത്രയും എന്നെ സ്വാധീനിച്ച ഈ കൺമണിക്ക് സാധിക്കും. ഇനിയും അധിക നേരം ഈ മുഖത്ത് നോക്കി ഞാനെടുത്ത തീരുമാനമായി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെയ്തു പോയതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.